യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രാരംഭമായി നമുക്ക് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനം, രണ്ടാം ലേഖനം, അതിൻ്റെ 2:1 വായിക്കാം. രണ്ടാം ലേഖനം 2 തിമോഥെയോസ് 2:1. എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇത്രയേ ഉള്ളൂ. എന്റെ മകനെ, തിമോഥെയോസിനെ പൗലോസ് വിളിക്കുകയാണ്. എന്താ വിളിച്ച്? എന്റെ മകനെ. സ്തോത്രം. ആരംഭ സഭയ്ക്കകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് യഹൂദ മതത്തിൽ നിന്നും കൺവേർട്ട് ചെയ്യപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായ ഒന്നായിരുന്നു തിമോഥെയോസ് എന്ന ശുശ്രൂഷകന്റെ രംഗപ്രവേശം. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ ശ്രദ്ധ വെച്ച് കേൾക്കണേ. ഈ തിമോഥെയോസ് ആരാണ്? തിമോഥെയോസിന്റെ പിതാവ് ഒരു ഗ്രീക്കുകാരനാണ്, യവനൻ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുമ്പോൾ അവിടെ വിശദീകരണമുണ്ട്. അപ്പം അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രീക്കുകാരനായ അമ്മ യഹൂദ മതവിശ്വാസി. അപ്പൊ അവിടെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള, ഇപ്പൊ തന്നെ അറിയാം, ഒരു മതത്തിൽ പെട്ട വ്യക്തി വേറൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് വിവാഹം നടന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ആ പെണ്ണിനും ആ പയ്യനും ഒന്നും വിഷയമില്ല, അവരുടെ വീട്ടുകാർക്കും വിഷയമില്ലെങ്കിലും ആ വിഷയം ചിലരങ്ങ് ഏറ്റെടുക്കും. ചില സമുദായം, ചില മതങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുത്ത് പിന്നെ കലാപമാകും, പിന്നെ വേറൊരു രീതിയിലൊക്കെ നമ്മൾ കാണാറില്ല ഞങ്ങളുടെ വാർത്തകൾ. ആ പെണ്ണിനും വിരോധമില്ല, ആ പയ്യനും വിരോധമില്ല, വീട്ടുകാർക്കും വിരോധമില്ല. ഇവിടെ അങ്ങനെ ഒരു വിവാഹം തിമോഥെയോസിന്റെ പിതാവും മാതാവും തമ്മിൽ നടന്നു. ചരിത്രത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവൾ യഹൂദ സമൂഹത്തിൽ നിന്നും അവൾ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായി മാറി. ശ്രദ്ധിച്ച് കേൾക്കണേ, യഹൂദ സമൂഹത്തിൽ നിന്നും അവൾ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായി മാറി എന്ന് പറയാം. നമ്മള് ചില സമുദായ വിഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, പടി അടച്ച് പിണ്ടം വെക്കാന്നൊക്കെ. ഇനി നീ ഈ വീടിന്റെ ആളല്ല, നിനക്ക് ഈ വീടിനകത്ത് യാതൊരു അവകാശവുമില്ല എന്ന് പറഞ്ഞൊരു സമൂഹം ഒന്നടങ്ങ് ആരെ എതിർത്തു? തിമോഥെയോസിന്റെ അമ്മ എടുത്ത നിലപാടിനെ അതുകൊണ്ട് വിയോജിപ്പുണ്ടായി. അങ്ങനെ ഒരു ഗ്രീക്കുകാരനുണ്ടായാൽ യവന തലമുറയായി ജനിച്ച വ്യക്തിയാണ് ആര്? തിമോഥെയോസ്. പൗലോസ് ആരാണ്? ഒരു പക്ക യഹൂദ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തി. ഹല്ലേലൂയ. അപ്പം തിമോഥെയോസ് വിശ്വാസത്തിൽ വന്നു. തിമോഥെയോസ് ശുശ്രൂഷയുടെ നെടുന്നൂലായി മാറ്റപ്പെട്ടു. തിമോഥെയോസിന് വീണ്ടും ജന്മം നൽകുന്നതിനകത്ത് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അതായത് വീണ്ടും ജനിപ്പിച്ചവനാണ്. ആ പ്രാഗൽഭ്യത്തോടു തന്നെയാണ് ലേഖനം എഴുതിയാണ്, എന്റെ പ്രിയ മകനെ. ഹല്ലേലൂയ. ഏത് സമൂഹം നിന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും, ഏത് വർഗം നിന്നെ ഉൾക്കൊണ്ടില്ലെങ്കിലും, നിന്നെ പ്രിയ വൈതലേ എന്ന് വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പേർചൊല്ലി എന്റെ മകനെ, എന്റെ മകളെ എന്ന് വിളിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാനെ കുറിച്ച് അത്രേ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. ആ തമ്പുരാന്റെ സാന്നിധ്യത്തെ വാള് കൊണ്ടോ വടിക്കോ കുന്തം കൊണ്ടോ സംഘടനാ ശക്തി കൊണ്ടോ സംഘബലം കൊണ്ടോ അതിനെ നേരിടുവാൻ കഴിയില്ല. അത് ലോകമെമ്പാടും കത്തിപ്പടരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യത്തെ തീർത്തവൻ, ആയുധങ്ങളില്ലാതെ സകലതിനെയും വെട്ടിപ്പിടിച്ചവൻ, സർവമാനവരാശിയുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏകനാമം യേശു ക്രിസ്തു എന്ന നാമം. ഹല്ലേലൂയ. അപ്പൊ മകനെ എന്ന് വിളിപ്പേര് തിമോഥെയോസ് എന്നറിയാതെ യേശു അല്ലല്ലോ വിളിച്ചത്, പൗലോസല്ലേ വിളിച്ചത്. എന്താ പൗലോസിനെ വിളിക്കാനിടയായത്? അവൻ മറ്റൊരു വ്യക്തിത്വമായി മാറി, ക്രിസ്തുവിലായി. ക്രിസ്തുവിലാക്കുവാൻ ആത്മപിതാവായി പൗലോസ് മാറ്റപ്പെട്ടു, അല്ലേ? അപ്പൊ തിമോഥെയോസിന്റെ ചരിത്ര പശ്ചാത്തലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പഴയ നിയമഭാഗത്തും ദൈവം മകനെന്ന് വിളിച്ച, അല്ലെങ്കിൽ ദൈവത്തിന്റെ പൈതലെന്ന് വിളിപ്പേരുണ്ടായ ആളത്വം ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 3:38.
ലൂക്കോസിന്റെ സുവിശേഷം 3:38 വായിച്ചാണ്. കയീൻ ഏനോഷിന്റെ മകൻ, ഏനോഷ് ശൈത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ പൈതൽ. ദൈവത്തിന്റെ മകനെന്ന് വ്യക്തമായി പുതിയ നിയമം വിവക്ഷിക്കുന്ന, പഴയ നിയമത്തിലെ വസ്തുതയെ പുതിയ നിയമം വിവക്ഷിക്കുമ്പോൾ കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ്, ആദാം ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:16 വായിച്ചാൽ. യോഹന്നാന്റെ സുവിശേഷം 3:16 വായിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ പൈതലെന്ന് പഴയ നിയമം ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ആദാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുതിയ നിയമ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണം, അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവനിൽ വിശ്വസിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഉൽപ്പത്തി പുസ്തകം 1:26 നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1:26 വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിന്മേലുള്ളതും മത്സ്യത്തിന്റെ മേലും ആകാശത്തിലുള്ള സർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയുടെ മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പം ആദ്യത്തെ ദൈവപൈതലായ ആദാമിനെ ഭൂമിയിലാക്കി വെച്ചതിന്റെ പർപ്പസ് സകലത്തെയും വാഴുക. എന്താ? സകലത്തെയും വാഴുക. അപ്പൊ വാഴുവാൻ ഈ ഭൂമിയിലാക്കി വെച്ചവന്റെ വാഴ്ച എങ്ങനെ നഷ്ടപ്പെട്ടു? ദൈവത്തിന് വിരോധനമായ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിരായിട്ടുള്ള ആ ചിന്തകളിലേക്ക്, അഭിപ്രായങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് അവൻ എത്തപ്പെട്ടു. അല്ലേ? അതാണ് ഫലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് കഴിക്കുന്ന വിഷയമൊക്കെ അതാണ്. ആ ഫ്രൂട്ട് തിന്നു എന്നുള്ളതല്ല വിഷയം. ദൈവനിഷേധമായ, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായ ചിന്തകൾ നൽകുന്നവന്റെ പ്രസൻസ് ആരിലേക്കുണ്ടായി? ആദാമിനുണ്ടായി. അങ്ങനെ മാനവരാശി പിന്നിലുണ്ടായ തലമുറകളെല്ലാം തന്നെ ഒരുപോലെ ഈ അധികാരം നഷ്ടപ്പെട്ടവരായി മാറ്റപ്പെട്ടു. ആദാമേ, നീ എവിടെയാകും? ആര് വിളിക്കുക? ദൈവനിഷേധമുണ്ടായി. ദൈവത്തിൽ നിന്ന് അകന്നുപോയവനെ തേടി ദൈവം ഇറങ്ങി വന്ന് വിളിക്കുക, ആദാമേ നീ എവിടെയാകും? അവൻ വരുന്നില്ല. അവന്റെ മറുപടി നമുക്കറിയാം. പിന്നെ വരുന്നത്, ഞാൻ നഗ്നനാകുന്നു. നഗ്നനായിട്ടല്ലല്ലോ ഞാൻ നിന്നെ ജനിപ്പിച്ചത്. തേജസ്സിന്റെ വസ്ത്രം ധരിച്ചവന് അവൻ നഗ്നനായി മാറി. തേജസ് അവന് നഷ്ടപ്പെട്ടു മാറി. അപ്പൊ വാഴ്ചയുടെയും അധികാരത്തിന്റെയും മഹത്വമേറിയ തേജസ് മാനവകുലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അപ്പം വാഴുവാനാക്കി വെച്ച മാനവരാശിക്ക് വാഴുവാനുള്ള അധികാരം മടക്കി കൊടുക്കേണ്ടതിന് അവസാനത്തെ ആദാമായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വചനമായ ദൈവം മനുഷ്യനായി ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെട്ടു. അവൻ ആരംഭം മുതലേ ഉള്ളവൻ, സകലത്തിനും ആധാരമായവൻ, സർവശക്തനും സർവവ്യാപിയുമായവൻ. അവൻ മനുഷ്യനായി പ്രപഞ്ചത്തിൽ ഉടലെടുത്തു. ഇൻകാർണേഷൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മനുഷ്യാവതാരം. മനസ്സിലാക്കുന്ന കർത്താവിനെ സ്തുതിച്ചാണ്. എന്തിനാ വന്നത്? എന്തിനാ ഈ ഭൂമിയിൽ വന്നത്? എന്തിനാ വന്നത്? സകലത്തെയും വാഴുവാനുള്ള അധികാരം മടക്കി നിങ്ങൾ തരേണ്ടത്. അപ്പം മടക്കി തരുമ്പോൾ അവിടെ നിങ്ങൾ എന്തായി മാറുക?
നിങ്ങൾ സൺഷിപ്പിലേക്ക് കടക്കുന്നവനെ അത് കിട്ടത്തുള്ളൂ അല്ലേ? എന്റെ മകനെന്ന് ആദാമിനെ കുറിച്ച് പറഞ്ഞു. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉയരുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കുറിച്ച് സ്വർഗം പറയുന്നൊരു വാക്കാണ് യേശു ക്രിസ്തുവിലാകുന്നവൻ. യേശു ക്രിസ്തുവിന്റെ അടക്കത്തോടും ഉയർപ്പിനോടും താതാത്മ്യപ്പെടുന്നവന്റെ ജീവിതത്തിൽ ഒരു വിളിപ്പേര് വരികയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. ലോകമെമ്പാടും ഉയർപ്പിന്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെയും എന്റെയും അകത്ത് യേശു ഉയർത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിനൊരു ഉത്തരം പറയുവാൻ തന്റെ ഇടത്തോടെ നിങ്ങൾ കഴിയുമെങ്കിൽ മാത്രമേ ഈ ഉയർപ്പിന് പ്രസക്തിയുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു, ഗുഡ് ഫ്രൈഡേ വിവിധ രീതികളിൽ അതിൻ്റെതായ തലങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പെസഹായ ആചരിക്കും, ഈസ്റ്റർ ആഘോഷിക്കും. നിന്റെ അകത്ത് ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താണ്? ഈ ക്രിസ്തു എന്താണ് കാൽവരി കൊലക്കളത്തിൽ ചെയ്തതെന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നീ ആരെ മാറി? പുത്രത്വത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. പുത്രനായെങ്കിൽ നീ സർവത്തിനും അവകാശിയാണ്. നിന്നെ എന്നെ സർവത്തിനും അവകാശിയാക്കി മാറ്റുവാനാണ് കാൽവരി കൊലക്കളത്തിൽ അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശു വിളിച്ചു പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. നിനക്കാചരിക്കാൻ പറ്റാത്ത നിനക്ക് വിരോധമായ കൈയെഴുത്തുകളെ നിന്നിൽ നിന്നും എടുത്തുമാറ്റി നിനക്ക് സ്വാതന്ത്ര്യം നൽകി അത് അവനോടൊപ്പം ഉയർപ്പിച്ച് അധികാരത്തിലേക്ക് നിന്നെ കൈപിടിച്ച് കയറ്റിയവൻ വിളിച്ചു പറയുന്നു, ടെറ്റലസ്റ്റായി. ആ നിവർത്തീകരണ ശുശ്രൂഷയിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് യേശു ഉളവായി. ആ റിസറക്ഷൻ പവർ, പുനരുദ്ധാന ശക്തി അവന്റെ അകത്തോ ഹല്ലേലൂയ നിറഞ്ഞിരിക്കുന്നു. എന്തിന്? സകലത്തെയും വാഴുവാൻ. സകലത്തെയും വാഴുവാൻ. എന്തിനാ? സകലത്തെയും വാഴുവാൻ. ഹല്ലേലൂയ. ഒരു രോഗശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. സംഘടനകൾക്കും സംഘടനാ ശക്തികൾക്കും രാഷ്ട്രീയ നിലപാടുകൾക്കും ഭരണകൂട സംവിധാനങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ഒറ്റ വാക്കുകൊണ്ട് സർവത്തെ ഉണ്ടാക്കിയ തമ്പുരാൻ നിന്റെ അകത്തിരിക്കുന്നു. നിനക്ക് പുത്രത്വം നൽകിയിരിക്കുകയാണ്. എന്താ? നിനക്ക് പുത്രത്വം നൽകിയിരിക്കണം. രാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമൻസ് 8-15 വാക്യം വായിച്ചാട്ടെ. റോമൻസ് 8:15 വായിച്ചാട്ടെ. റോമൻസ് 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്താ നിങ്ങൾ പ്രാപിച്ചത്? ആദാം മുഖാന്തരമുണ്ടായ വീഴ്ച, ആ വീഴ്ചയിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു നിങ്ങൾക്ക് പുത്രത്വം നൽകിയിരിക്കുന്നു. ആ പുത്രത്തിനോട് എന്തോ സംഭവിക്കുന്നത്? സകലത്തെ വാഴുവാനുള്ള അധികാരം. ഇവിടെ വചനം പറയുകയാണ്, ആ പുത്രത്വം ലഭിച്ചവർ പിന്നെയും ഭയപ്പെടേണ്ടതിന് തിരിച്ചറിയാം, ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പേടി ഉണ്ടാകുന്ന ദാസത്വത്തിന്റെ ദാസനെ അല്ലേ, ദൈവദാസന്മാർ അല്ലേ, ദൈവദാസി വന്നു, ദൈവത്തിന്റെ പൈതൽ വന്നെന്നല്ല പറയുന്നത്. ആണോ? ആ സെൻസിലല്ല ഞാനങ്ങനെ ടേം ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ഇന്റർനെറ്റ് മുഖാന്തരം ഇത് കേൾക്കുമ്പോൾ ദൈവദാസന്മാരും ദൈവദാസികളും ഒക്കെ എന്നെ ഓടിച്ചിട്ട് അറ്റാക്ക് ചെയ്യുമായിരിക്കും. ഹല്ലേലൂയ. പുറത്തുള്ള സമൂഹങ്ങൾ അത്രയും എതിർക്കത്തില്ല. അവർക്ക് പലതും വളരെ താല്പര്യത്തോടെ കേൾക്കുന്നവരാണ്. കാരണം ദാസന്മാർക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകും. ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാ? സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കുക. കേട്ടോ? പിന്നെ നിന്നെ പേടിപ്പിക്കാൻ ആരെയും എണ്ണിച്ചാൽ, നിനക്കെട്ട് പണി തരുമെന്നും പറഞ്ഞ് ആരെയും എണ്ണിച്ചാൽ അത് ഏക്കുവോ? ഏക്കത്തില്ല. രാമ്യം പറഞ്ഞാണ്. ഗലാത്യൻസ് 4:6-7.
ഗലാത്യൻസ് 4-ാം അധ്യായം 6-7 അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-6 വായിച്ചാൽ, നിങ്ങൾ മക്കളാകൊണ്ട് കേട്ടോ, ആരാ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. എന്താ അബ്ബാന്ന് വിളിപ്പാനുള്ള ഒരു കുഞ്ഞ് ഈ അപ്പന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നിട്ട് അപ്പനെ ഇങ്ങനെ പിടിക്കുന്നു അല്ലേ? അപ്പം കുഞ്ഞിനെ ഒന്ന് നോക്കും. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നൽകിയിരിക്കുക. ബ്രാഹ്മീൻ പറഞ്ഞാൽ അങ്ങനെ നീ ദാസനല്ല. ഇപ്പൊ റോമാലേഖനത്തിൽ വായിച്ചു, ഇപ്പൊ ഗലാത്യൻസ് വായിക്കുന്നു, നിങ്ങൾ ഇനിയും ആരല്ല, ദാസന്മാരല്ല, പിന്നെ നിങ്ങൾ ആരാ? പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു. കേട്ടോ, സകലത്തെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം നിന്റെ അകത്തുണ്ടെങ്കിൽ നീ അവകാശിയ എന്ന് പറഞ്ഞാൽ കൈ നീട്ടി ഭിക്ഷ യാചിക്കാനുള്ളവനല്ല നീ. എനിക്ക് ജീവനും ഭക്തിക്കും വേണ്ടി സകലതും ഏറ്റെടുത്തോളം, ഇത് ദൂതായിട്ട് ഏറ്റെടുത്തോളം. ജീവനും ഭക്തിക്കും വേണ്ടി സകലതും എന്റെ ദൈവം നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരും. അതിനെ തട്ടിപ്പറിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അയ്യോ, വളരെ പടർന്നു പന്തലിച്ച വലിയ സംവിധാനങ്ങൾ അതൊക്കെ. എന്നോട് വെല്ലുവിളിക്കുന്ന സംവിധാനങ്ങൾ വളരെ പടർന്ന് പന്തലിച്ച വലിയ സംവിധാനം. എത്ര പടർന്നാലും എത്ര പന്തലിച്ചാലും നിന്റെ അകത്തിരിക്കുന്ന യേശുവിനോളം വലുതല്ലത്. മനസ്സിലാക്കിയ കർത്താവിനെ ശ്രമിച്ചാട്ട്. കാരണം നീ ആരാണ്? പുത്രനാണ്. ഈ ഉയർപ്പിന്റെ ദിവസം അറിയണം, നീ ആരാണ്? പുത്രനാണ്. പുത്രനെങ്കിലോ സർവത്തിനും അവകാശി ആണോ? അവകാശിയാണോ? വാക്യം പൂർണ്ണമായോ? സ്തോത്രം. അവകാശിയാണോ? ആണോ? ആണെന്ന് ഉറപ്പുള്ളവൻ എവിടെ ആയിരിക്കും? ആണെന്ന് ഉറപ്പുള്ളവൻ എവിടെ ആയിരിക്കും? സ്തോത്രം പറ്റില്ല കേട്ടോ. ആണെന്ന് ഉറപ്പുള്ളവൻ എവിടെ ഇരിക്കും? ആ രാജ്യത്തിലിരിക്കും. ആ രാജ്യത്തിനകത്തിരിക്കും. ആണ്ട് നിങ്ങളുടെ സഭയിലെ ഇന്ന സ്ഥാനം വഹിക്കുന്ന പുള്ളി ഞാൻ ഇന്നടത്ത് വെച്ച് കണ്ടല്ലോ, പറയാനിട വരൂ? പറയാനിട വരൂ? എടാ വരുത്തില്ല. ആ ബോധമുണ്ടെങ്കിൽ. ബോധമില്ലാത്തവരൊക്കെ പലയിടത്തും പോകും. അപ്പൊ തിരിച്ചറിവ്, ആ ബോധ്യമാണ് എന്നെ ശക്തീകരിക്കുന്നത് അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കാണ് എന്താണ്? എന്നെ ശക്തീകരിക്കുന്നു എന്നതാണ്. അധ്യായം എന്ന് ഓർമ്മയുണ്ടോ? ഫിലിപ്പിയർ 4:13. ഇതൊക്കെ മനപ്പാടമാക്കേണ്ട ഭാഗങ്ങളാ. ഏതായാലും പ്രശ്നത്തിന്റെ കാറ്റടിക്കും, അയ്യോ പോയേ, അയ്യോ തകർന്നേ എന്നല്ല പറയണം. പിന്നെ എന്ത് പറയണം? എന്താ പറയണ്ടേ? ഇതെടുക്കണം. കാണാപ്പാടം അറിയാവുന്നവര് എടുക്കണമെന്ന് തന്നെ ഇല്ല, അങ്ങ് പറയണം. എന്നെ ശക്തീകരിക്കുന്ന ഒരു മുഖാന്തരം എന്റെ ജീവിതത്തിൽ സകലതും സാധ്യം. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിലെ ഞാൻ മുമ്പേ ആ പ്രാരംഭത്തിൽ പറഞ്ഞൊരു വിഷയം 68-ന്റെ 1-ാം വാക്യം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു വാക്യം, അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തന പുസ്തകം 68-ന്റെ 1. സങ്കീർത്തന പുസ്തകം 68:1 വായിച്ച എടുത്തു അല്ലേ? സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം. ദൈവം എഴുന്നേൽക്കുന്നു. കേട്ടോ, യേശുവിന്റെ മഹത്വത്തിൽ നിറഞ്ഞ ബിനുപാസന്റെ ഒരു സംഗീതം നിങ്ങളുടെ പേര് വെച്ച് പറഞ്ഞു. ശിബുപാസന്റെ ഒരു സംഗീതം, കൊച്ചുപാസന്റെ ഒരു സംഗീതം, ഇവാഞ്ചലിസ്റ്റ് ജോസഫിന്റെ ഒരു സംഗീതം. എന്താണെന്നറിയാം? എന്താ സംഗീതം എന്നറിയാം? ആ കേട്ടോണം. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നു, അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പിടി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞേ. ദൈവം എഴുന്നേൽക്കും. ആർക്ക് വേണ്ടി എഴുന്നേൽക്കുന്നേ?
ആർക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്? ഭാഗിക വെളിപ്പാടുള്ള പഴയ നിയമ വക്താക്കൾ എഴുതിയ വസ്തുതയെ നമ്മൾ കണ്ടത്. ഭാഗിക വെളിപ്പാടുള്ള ദാവീദ് എഴുതിയ വസ്തുത. പൂർണ്ണ വെളിപ്പാട് ലഭിച്ച നിങ്ങൾ, എവിടെ പൂർണ്ണ വെളിപ്പാട് എങ്ങനെ ഉണ്ടായാലും യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾ തിരിച്ചറിയുക. ദൈവം എഴുന്നേൽക്കും. ആർക്കു വേണ്ടി? മകനായി എനിക്ക് വേണ്ടി. മകനായി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി എന്റെ ദൈവം എഴുന്നേൽക്കും. ആ നെഞ്ചത്തുറകെ വെച്ച് പറയും, എനിക്ക് വേണ്ടി എന്റെ ദൈവം എഴുന്നേൽക്കും. സ്വന്തം കയ്യൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു നെഞ്ചത്തുറകെ വെച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി എന്റെ ദൈവം എഴുന്നേൽക്കും. എന്തിനാണെന്നറിയോ? നിനക്ക് വിരോധമായി എണ്ണിച്ചു വരുന്ന സകലതിനെയും ഓടിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ പറഞ്ഞാൽ ദൈവപുത്രന് അല്ല ദൈവത്തിന്റെ പൈതലിന് വിരോധമായി നിൽക്കുന്നതെല്ലാം ദൈവത്തിന്റെ ശത്രുക്കളാണ്. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ എന്നെയും ചൊല്ലി പ്രത്യുത്തരം പറയുന്ന, പ്രതിവാദം പറയുന്ന, വാദിക്കുന്ന സകല സംഭവങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. അല്ലെ? മക്കളെങ്കിൽ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞുകൊള്ളുക, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വിരോധമായി എണ്ണിക്കുന്ന സകലതിനെ എന്ത് ചെയ്യും? ശത്രുക്കളെയും ചിതറിച്ചു കളയും. കേട്ടോ? എന്ത് ചെയ്യും? പകയ്ക്കുന്നവരെ എന്ത് ചെയ്യും? അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ആ ദൈവം എവിടെ ഇരിക്കുന്നു? ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ശത്രു നിനക്കെതിരെ പൊങ്ങുവോ? നിനക്കെതിരെ ആരെങ്കിലും പൊങ്ങിയാൽ അതിന്റെ സ്ഥിതി എന്താവും നീ പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പഠിച്ചൊരു വിഷയമുണ്ട്. ഒരായുധവും നിന്റെ മേൽ ഫലിക്കുകയില്ല. നിന്നെ കുറ്റം പറയുന്ന നാവിനെ നീ വിധിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാ? നിങ്ങൾ സൺഷിപ്പിലാ, പുത്രത്വത്തിലാ. ഏതോ കർമ്മമാർഗത്തെ അനുകരിക്കുകയല്ല, ഏതോ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുപോലെ ആചരിച്ചു പോവുകയല്ല. ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞ എന്റെ യേശുവിനെ കുറിച്ച് ഞാൻ പറയുന്നു. ഞാൻ അറിഞ്ഞ എന്റെ യേശുവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. ആ ബോധ്യമുള്ളവർ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ അരുമനാഥ, ഭാരത്തിന്റെ, ദുഃഖത്തിന്റെ എല്ലാ അവസ്ഥകളും മാറ്റി സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ പരിപൂർണത ഈ ജനത്തിന്റെ മേലങ്ങ് പകരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ പൈതലത്രേ. ദൈവത്തിന്റെ പൈതലെങ്കിൽ ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കും. ലോകത്തെ ജയിച്ച ജയമോ എന്റെ വിശ്വാസം തന്നെ. അപ്രകാരം പറയുവാൻ സകലയങ്ങ് ബലപ്പെടുത്തുന്നതിനെ ഓർത്ത്, ശക്തീകരിക്കുന്നതിനെ ഓർത്ത് എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ പൈതലാകുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ കടക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഉളവാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്ത എത്ര പറഞ്ഞു വിട്ട ചെയ്ത വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ അവന്റെ രക്തം കൊണ്ട് കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കും. ദൈവസന്നിധിയിൽ വന്നുപോയ അപരാധങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവവൈദ്യരാകും മാറുവാൻ തീരുമാനമെടുക്കുന്നവരെ ഓർത്തി കർത്താവിനെ സ്തുതിക്കുകയാണ്, ആരാധിക്കുക. ദൈവത്തിന്റെ കൃപ നിങ്ങളുണ്ടാകട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.